ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 റേഷ്യോ അനാലിസിസ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മൊഡ്യൂൾ 3 റേഷ്യോ അനാലിസിസ് ആണ്. ഇതിൽ കുറേ റേഷ്യോസ് ഉണ്ട്, 4 സെറ്റ്സ് ഓഫ് റേഷ്യോസ്. അതിനകത്ത് കുറേ റേഷ്യോസ് ഉണ്ട്. ആ റേഷ്യോസിൻ്റെ ഫോർമുലാസ് എല്ലാം ഒരു PDF ആക്കിയിട്ട് ഈ വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. അതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് സെക്ഷൻ ബിയിലൊക്കെ വരിക. അതായത് കറണ്ട് അസറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ റേഷ്യോ തന്നിട്ട് അതിൽ നിന്നും കറണ്ട് അസറ്റ് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ചന്ദ് പബ്ലിക്കേഷൻ ബുക്സിലെ 3.107 എന്ന പേജ് നമ്പറിൽ റേഷ്യോ അനാലിസിസ് മൊഡ്യൂളിലെ പ്രാക്ടിക്കൽ പ്രോബ്ലം, അതായത് എക്സസൈസ് 51 ആണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് സെക്ഷൻ സിയിൽ 15 മാർക്സിനും ഒക്കെ വരുന്നത്. ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ ഒരു ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഈ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ എമൗണ്ട് മാത്രം ഇവിടെ തന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മളിവിടെ ഫിൽ ചെയ്യണം. അത് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ അസറ്റ് ബൈ നെറ്റ്വർത്ത് റേഷ്യോ തന്നിട്ടുണ്ട്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ബൈ ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ബൈ കറണ്ട് അസറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ബൈ ഇൻവെൻട്രി, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ബൈ ഡെറ്റേഴ്സ്, ദെൻ കറണ്ട് റേഷ്യോ, അത് കഴിഞ്ഞ് ആനുവൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 20 lakh. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിൽ നിന്നും ഈ ഇൻഫോർമേഷനിൽ നിന്നും നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആക്കണം. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ PDF-ലെ എല്ലാ ഇക്വേഷൻസും അതുപോലെ തന്നെ പഠിക്കുക. റേഷ്യോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ എല്ലാ ഫോർമുലാസും കറക്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യനിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് തന്നിട്ടുണ്ട്, 20 lakh എന്ന് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് പറഞ്ഞേക്കുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ബൈ ഫിക്സ്ഡ് അസറ്റ് ഇസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 20 lakh ഡിവൈഡ് ബൈ ഫിക്സ്ഡ് അസറ്റ് ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ദെൻ ഫിക്സ്ഡ് അസറ്റ് ഇസ് ഈക്വൽ ടു 20 lakh ഡിവൈഡ് ബൈ 6 ചെയ്താൽ 3,33,333.33 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ കിട്ടി. ദെൻ അടുത്തത് എടുക്കുക, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ബൈ കറണ്ട് അസറ്റ് ഇസ് ഈക്വൽ ടു 8 തന്നിട്ടുണ്ട്. ഇവിടെയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് ഇസ് ഈക്വൽ ടു 2,50,000 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഫിക്സ്ഡ് അസറ്റും കിട്ടി, കറണ്ട് അസറ്റും കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റ്സ് കിട്ടും. അതായത് 3,33,333 പ്ലസ് 2,50,000 ചെയ്യുമ്പോൾ ടോട്ടൽ അസറ്റ് 5,83,333.33 എന്ന് നമുക്ക് ടോട്ടൽ അസറ്റ് നമുക്ക് കിട്ടും. ദെൻ അടുത്തത് വന്നേക്കുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ബൈ ഇൻവെൻട്രി റേഷ്യോ ഇസ് ഈക്വൽ ടു 15 എന്നാണ്. ഇവിടെ നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻവെൻട്രി നമുക്ക് കിട്ടും. ഇൻവെൻട്രി അതായത് നമുക്ക് 1,33,333.33 എന്ന് നമുക്ക് ഇൻവെൻട്രി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ബൈ ഡെറ്റേഴ്സ് ഇസ് ഈക്വൽ ടു 18 തന്നിട്ടുണ്ട്. ഇവിടെയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് 1,11,111.11 എന്ന് നമുക്ക് ഡെറ്റേഴ്സ് കിട്ടും. അങ്ങനെ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ കറണ്ട് അസറ്റും ഇൻവെൻട്രിയും ഡെറ്റേഴ്സും നമുക്ക് ഇവിടെ കിട്ടി. ദെൻ തന്നേക്കുന്നത് കറണ്ട് റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ്, അല്ലേ? ഇതിനകത്തെ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2,50,000. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറണ്ട് ലൈബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2,50,000 ഡിവൈഡഡ് ബൈ 2.5, അങ്ങനെ 1 lakh എന്നുള്ളത് കറണ്ട് ലൈബിലിറ്റി നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഫിക്സ്ഡ് അസറ്റ് കിട്ടി, കറണ്ട് അസറ്റ് കിട്ടി, ഇൻവെൻട്രി, ഡെറ്റേഴ്സ് ആൻഡ് കറണ്ട് ലൈബിലിറ്റീസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മൾ നെറ്റ് വർത്ത് കണ്ടുപിടിക്കുക. അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് ഇസ് ഈക്വൽ ടു 3.5 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ടോട്ടൽ അസറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോട്ടൽ അസറ്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കറണ്ട് അസറ്റ് പ്ലസ് ഫിക്സ്ഡ് അസറ്റ് ചെയ്താൽ ടോട്ടൽ അസറ്റ് കിട്ടും.
ടോട്ടൽ അസറ്റ് അപ്പോൾ 5,83,333.33 ആണ്. അത് ഡിവൈഡ് ബൈ നെറ്റ് വർത്ത് ഇസ് ഈക്വൽ ടു 3.5. അങ്ങനെ നമുക്ക് നെറ്റ് വർത്ത് കിട്ടും. നെറ്റ് വർത്ത് എന്തായിട്ട് കിട്ടും? 1,66,666.66 എന്ന് നമുക്ക് നെറ്റ് വർത്ത് നമുക്ക് കിട്ടും. നെറ്റ് വർത്തിൽ നിന്നും നമുക്ക് ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഇവിടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ എമൗണ്ട് ഓൾറെഡി നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. 66,667 എന്ന് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ നെറ്റ് വർത്തിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ഷെയർ ക്യാപിറ്റൽ ഇവിടെ കിട്ടും. ഷെയർ ക്യാപിറ്റൽ 1 lakh എന്ന് നമുക്കിവിടെ കിട്ടും. ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്ക് ഷെയർ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 1 lakh. അത് നമുക്കിവിടെ എഴുതാം. 1 lakh എന്ന് നമുക്ക് കിട്ടും. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓൾറെഡി നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ലോങ് ടേം ബോറോയിങ്സ്. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി കറണ്ട് ലൈബിലിറ്റി ആണ് വേണ്ടത്. കറണ്ട് ലൈബിലിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കറണ്ട് ലൈബിലിറ്റി ഇസ് ഈക്വൽ ടു 1 lakh ആണ്. കറണ്ട് ലൈബിലിറ്റിയും 1 lakh ആണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതി. ദെൻ നമുക്ക് ഫിക്സ്ഡ് അസറ്റ് ആണ് വേണ്ടത്. ഫിക്സ്ഡ് അസറ്റ് നമ്മൾ ഫിക്സ്ഡ് അസറ്റിൻ്റെ റേഷ്യോയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ് ഇസ് ഈക്വൽ ടു 3,33,333. അതും നമ്മളിവിടെ എഴുതുക. 0.33. അത് കഴിഞ്ഞ് കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ 2,50,000 ആണ്. അതിനകത്ത് ഇൻവെൻട്രി മാത്രം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1,33,333.33 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 1,11,111.11. ഇനി നമുക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് മാത്രം കണ്ടുപിടിക്കാനുള്ളൂ. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ ഫിക്സ്ഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ അസറ്റ് കിട്ടും. ഫിക്സ്ഡ് അസറ്റ് 3,33,333 പ്ലസ് കറണ്ട് അസറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റ് നമുക്ക് 5,83,333.33 എന്ന് നമുക്ക് കിട്ടും. ഇതേ ടോട്ടൽ അസറ്റ് ആയിരിക്കില്ലേ ടോട്ടൽ ലൈബിലിറ്റി വരുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിട്ട് എഴുതാം? 5,83,333.33 എന്ന് നമുക്ക് എഴുതാം. ദെൻ ലോങ് ടേം ബോറോയിങ്സ് നമുക്ക് എങ്ങനെ കിട്ടും? ഈ 5,83,333 നിന്നും ഷെയർ ക്യാപിറ്റലായ 1 lakhും കറണ്ട് ലൈബിലിറ്റീസ് ആയ 1 lakhും പെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് 66,667 കൂടെ ഇതിനകത്ത് നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ടേം ബോറോയിങ്സ് എന്തെന്ന് കിട്ടും? 31,666.33 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഫുൾ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ സിമ്പിൾ ആണ്. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ റേഷ്യോ അനാലിസിസ് പഠിക്കുമ്പോൾ എല്ലാ റേഷ്യോസും നന്നായിട്ട് തന്നെ പഠിക്കുക, ഫോർമുലാസ് കറക്റ്റായിട്ട് പഠിക്കുക. അത് മാത്രമേ വേണ്ടൂ. ഓക്കെ, താങ്ക് യു.